കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണന് അഡ്മിറ്റ് ആവാൻ വേണ്ടി എന്താ അസുഖം എന്നൊക്കെ ശാരദാമ്മ തിരക്കുമ്പോൾ വിശദമായിട്ടൊന്നും അറിയില്ല. അവിടുത്തെ ഹെഡ് നേഴ്സ് ഏലിയമ്മയാണ് പറഞ്ഞത്. വിശദമായിട്ട് പറയുന്നതിന് മുമ്പേ ബസ് വന്ന് അവർ കയറിപ്പോയി എന്ന് ശാന്ത പറയുന്നുണ്ട്. തുടർന്ന് ഹോട്ടലിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചങ്ങ് ശാരദാമ്മ നിൽക്കുമ്പോഴാണ് ശാരികയും ശ്യാമയും കൂടി തുണിയെടുക്കാൻ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി വരുന്നത്. അമ്മയെ പോകാമെന്നും പറഞ്ഞ് അവർ തിടുക്കം കൂട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് ശാരദാമ്മ പറയുകയാണ്. അമ്മയല്ലേ പറഞ്ഞത് ഇപ്പോൾ തന്നെ പോകാമെന്ന്, വാ അമ്മയെന്നും പറഞ്ഞ് ശ്യാമ ശാരദാമ്മയുടെ കൈ പിടിക്കുമ്പോൾ ഇനി തുണി എടുക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ, പട്ടുകുപ്പായ ഇപ്പോൾ തന്നെ വാങ്ങണമല്ലേ എന്നും പറഞ്ഞ് ശാരദാമ്മയെ ദേഷ്യപ്പെടുകയാണ്. ആ വിഷമം കാരണമാണ് ശാരദാമ്മ ദേഷ്യപ്പെടുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. തുടർന്ന് ശാരികയ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരികയാണ്. ശാരിക അങ്ങ് ശ്യാമയെ പറയുകയാണ്, നിന്നോട് വരാനല്ലേ പറഞ്ഞത്, അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വന്നേ ശാരദാമ്മയുടെ മക്കൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്യാമയും പിടിച്ചുകൊണ്ട് ശാരിക ദേഷ്യത്തോടെ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം കൂട്ടുകാരികളോടൊപ്പം പോയ സുസ്മിത വഴിയോരത്ത് ഒരു കരിക്ക് കടയിൽ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത വിവരങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ടാകാം. തുടർന്ന് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇനി അത് കുടിക്കുക, മനസ്സൊന്ന് തണുക്കട്ടെ എന്ന് അഞ്ജലി സംസാരിക്കുകയാണ്. അഞ്ജലി പറയുന്നുണ്ട്, കല്യാണമേ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഫ്രീ ആയിട്ട് ജീവിക്കാനും പറ്റില്ല. പിന്നെ ഇത്രയും ബുദ്ധിശാലിയെ നിനക്ക് എങ്ങനെ പറ്റി എന്നാണ് എൻ്റെ സംശയം എന്നിങ്ങനെ പറയുമ്പോൾ, പറ്റിപ്പോയടി, ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം അഞ്ജലി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ രോഹിത്തിനെ കുറിച്ച് എന്താണ് പറയാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ വേറൊരു കൂട്ടുകാരി പറയുന്നുണ്ട്, ഈ അഞ്ജലിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല, നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയാൽ കല്യാണ ജീവിതം തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരാൾ കുടിയനോ പെണ്ണുപിടിയനോ പിശുക്കനോ ആണെങ്കിൽ ജീവിതം കട്ടപ്പുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അഞ്ജലി പറഞ്ഞ ആ 3 വാക്കുകളും കുടിയനോ പെണ്ണുപിടിയനോ പിശുക്കനോ എന്നുള്ളത് സുസ്മിത ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു വിവാഹ ജീവിതത്തിൽ ഭർത്താവിൻ്റെ റോള് ഇടിച്ചു താഴ്ക്കുന്ന ഒരു രീതി തന്നെയാണല്ലേ. ആദ്യത്തെ പെണ്ണുപിടിയനാണ് രോഹിത് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ പിശുക്കൻ, തൊഴുത്ത് പോലുള്ള അവൻ്റെ വീട് കണ്ടിട്ട് അത് കുഴപ്പമില്ല, സാരമില്ല എന്നാണ് സത്യാമ്മ പറഞ്ഞത്. പിന്നെ കുടിയൻ, അത് ചിലപ്പോൾ നമുക്ക് നോക്കാം, പക്ഷെ അവൻ കുടിക്കില്ലല്ലോടി എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നിരാശപ്പെടുകയാണ്. അന്നേരം അഞ്ജലി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, അറിയാതെ കുടിച്ചാൽ പോലെ, ഈ മദ്യപാനം അറിയാതെ നിർത്താം എന്നുള്ളത് പറയും പോലെ ഒരു കോള് വാങ്ങി കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ഐഡിയ വർക്കൗട്ട് ആകും എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇത് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് അഞ്ജലി ബാഗിൽ നിന്നും ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് സൂക്ഷിച്ചുപയോഗിക്കണം, ഞാൻ ഗൾഫിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്, ഇത് ഒരു ശകലം സ്മെല്ല് ശ്വസിച്ച് കഴിഞ്ഞാൽ വെട്ടിയിട്ട വാഴത്തൊണ്ട് പോലെ കിടക്കും, പിന്നെ ബോധമേ കാണില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് സൂക്ഷിച്ചുപയോഗിക്കണം എന്നും പറഞ്ഞ് സുസ്മിത ഏൽപ്പിക്കുകയാണ്. അന്നേരം അങ്ങനെ ഒരുപാട് പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് അവനെ കുടിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അതിന് രോഹിത്തിനെ ഒരു കുടിയനാക്കി ചിത്രീകരിക്കാനുള്ള ഒരു പ്ലാൻ മനസ്സിൽ ആലോചിക്കുകയാണ് സുസ്മിത. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണുവും ഭാമയും കൂടി ഹാളിലിരിക്കുകയാണ്. നൂലുകെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കണം എന്നൊക്കെ വിഷ്ണുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയും മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശാലിനിയെ കണ്ടപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഞങ്ങൾ നൂലുകെട്ടിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു, എല്ലാവരെയും ക്ഷണിക്കണം, ഒരാളിനെ പോലും വിട്ടുപോകാൻ പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് സൂപ്പറാക്കാം സത്യാമ്മയെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം നിൽക്കുന്ന ശാലിനിയോട് ഇങ്ങോട്ട് ഇരിക്കുക, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം അത് കേൾക്കുമ്പോൾ ശാലിനിക്കും വിഷ്ണുവിനും സന്തോഷമാവുകയാണ്. വിഷ്ണു അങ്ങ് അന്തം വിട്ട് നോക്കുകയാണ് ഭാമയുടെ ആ പെരുമാറ്റ രീതിയിൽ വന്ന ആ മാറ്റത്തെക്കുറിച്ചൊക്കെ. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി ഇരിക്കുകയാണ്. അന്നേരം നാണത്തോടു കൂടിയൊക്കെയാണ് ശാലിനി ഇരിക്കുന്നത്, അത് ഭാമ ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് വിഷ്ണുവിനും ആകെ സന്തോഷമാവുകയാണ്. തുടർന്ന് നമ്മൾ എല്ലാവരെയും ക്ഷണിക്കണം, ഇൻവിറ്റേഷൻ അടിക്കണ്ടേ വിഷ്ണു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി എപ്പോൾ അടിച്ചു കിട്ടാനാ അമ്മ, അതൊക്കെ താമസിക്കില്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാ വിഷ്ണു ഏട്ടാ, ഫോണിൽ വാട്സപ്പിൽ ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പോരെ, അതുവഴി നമുക്ക് ക്ഷണിക്കാം, നിമിഷങ്ങൾക്ക് ഇൻവിറ്റേഷൻ എല്ലാവർക്കും എത്തും എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞ് ഭാമ തൻ്റെ ഫോൺ എടുത്ത് ശാലിനിക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം അതും കൂടി ആകുമ്പോൾ എല്ലാം അങ്ങ് ശാലിനിക്ക് വിട്ടുകൊടുക്കുന്നത് കാണുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാണ്. സന്തോഷത്തോടു കൂടി ശാലിനിയെ ഭാമയുടെ ഫോൺ വാങ്ങിച്ചിട്ട് ആരെയാ ക്ഷണിക്കേണ്ടത് എന്നൊക്കെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുകയാണ്.
ഈ സമയത്താണ് സുസ്മിത സത്യഭാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ബെല്ലടിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയാണെന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഇങ്ങനെ താന്നും പറഞ്ഞ് സത്യഭാമ ഫോൺ വാങ്ങിക്കുകയാണ്. എന്താ സുസ്മിത ചോദിക്കുമ്പോൾ അത് ഭാമാൻ്റി എന്നും പറഞ്ഞൊരു സങ്കടഭാവത്തിൽ സുസ്മിത സംസാരിക്കുകയാണ്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണെന്ന് പറയുന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്ത് പറഞ്ഞാലും ആൻറ്റി വിശ്വസിക്കില്ലല്ലോ, ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു തരാം, അപ്പോൾ ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ രോഹിത് എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അതും ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാകും എന്നിങ്ങനെ സുസ്മിത അങ്ങ് വിഷാദഭാവത്തിൽ സംസാരിക്കുകയാണ്. അന്നേരം നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആൻറ്റി ഫോട്ടോ കാണുമെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം ഇവരുടെ ഈ സംസാരമെല്ലാം അടുത്ത് നിന്ന് വിഷ്ണു ശാലിനിയും അങ്ങ് ശ്രദ്ധിക്കുകയാണ്. ഇതേസമയം ഫോൺ വെച്ച് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഒരു സസ്പെൻസ് കിടക്കട്ടെ, ദൃശ്യം അതാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ആ ഫോട്ടോയൊക്കെ അയക്കാനുള്ള ശ്രമത്തിലാണ് സുസ്മിത. ഓരോന്നായിട്ട് ഓരോ ഫോട്ടോസായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് എന്ന് പറയുന്നത് രോഹിത് ഇങ്ങനെ ബോധമില്ലാതെ കട്ടിൽ കിടക്കുന്ന ഓരോരോ ഫോട്ടോസാണ്. ഇതേസമയം ഫോൺ വെച്ചിട്ട് ആ കുട്ടി ഒന്നും പറഞ്ഞില്ല, എന്താണോ എന്തോന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എന്താ സത്യമായ പ്രശ്നം എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല, അവൾ കുറച്ച് ഫോട്ടോസ് അയക്കാൻ പറഞ്ഞത് എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ വിഷ്ണു ശാലിനിയും വെപ്രാളപ്പെടുകയാണ്. എന്തോ പണി വരുന്നുണ്ടല്ലോ എന്ന് ശാലിനി ഇങ്ങനെ ചിന്തിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് വിഷ്ണു ഫോൺ വാങ്ങാനായിട്ട് കണ്ണുകൊണ്ട് ശാലിനിയുടെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, ആദ്യം അത് ഫോട്ടോ വരട്ടെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം, ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ സത്യഭാമ ഫോണിങ് തന്നേന്നും പറഞ്ഞ് ശാലിനി പെട്ടെന്ന് ആ ഫോൺ അങ്ങ് വാങ്ങിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ കണ്ണുകൊണ്ട് അത് നോക്ക്, ഫോട്ടോ വന്നോ നോക്ക് എന്നിങ്ങനെയൊക്കെ ശാലിനിയോട് പറയുന്നുണ്ട്. അതേസമയം ഭാമ പറയുന്നുണ്ട്, ആരെയും വിട്ടുപോകരുത്, ശാരദാമ്മയും മക്കളെയും ക്ഷമിക്കണം, സുസ്മിതയുടെ പേര് ചേർക്കണം എന്നൊക്കെ ഭാമ പറയുമ്പോൾ അതെല്ലാം അങ്ങ് തലകുലുക്കി ശാലിനി സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് വസുമതിയുടെ കാര്യം എങ്ങനെയാണെന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ അമ്മയെ നമുക്ക് വിളിച്ചു നോക്കാം, വരുന്നെങ്കിൽ വരട്ടെ എന്ന് ശാലിനിയും ശാലിനിയല്ല വിഷ്ണു പറയുകയാണ്. ഇതേസമയം സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഈ ഫോട്ടോസൊക്കെ ഭാമാൻ്റി കാണുമ്പോൾ ആൻറ്റിയുടെ റിയാക്ഷൻ കാണാൻ ഞാൻ കൂടി അവിടെ വേണമായിരുന്നു എന്ന്. തുടർന്ന് ഈ കറക്റ്റ് സമയത്ത് തന്നെ സത്യമായിട്ട് ഫോണിലേക്ക് ആ സുസ്മിതയുടെ ഫോട്ടോസ്, സെൻഡ് ചെയ്ത ഫോട്ടോസ് വരികയാണ്. മെസ്സേജിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശാലിനി പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യുകയാണ്. അന്നേരം അതിങ്ങനെ നോക്കുമ്പോൾ രോഹിത്തിൻ്റെ ഫോട്ടോ കണ്ട് ആകെ അന്തം വിടുന്ന ശാലിനി പെട്ടെന്ന് വിഷ്ണുട്ടാന്ന് ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് വിഷ്ണുവിനെ കാണിക്കുകയാണ്. വിഷ്ണുവിനും അങ്ങ് വെപ്രാളം വരികയാണ്. എന്നിട്ട് ഡിലീറ്റ് എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ പല്ല് കടിച്ച് പതുക്കെ ശാലിനിയോട് പറയുകയാണ്. പക്ഷെ ഭാമ അന്നേരം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭാമ എന്തോ മാസിക വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശാലിനി അതങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് രണ്ടുപേരും അങ്ങ് ആശ്വാസത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. ഇതേസമയം സുസ്മിത നോക്കുന്നുണ്ട്, ആൻറ്റി ആ ഫോട്ടോ കണ്ടോ എന്ന്. അന്നേരം നോക്കുമ്പോൾ എല്ലാത്തിലും ബ്ലൂടിക്ക് കിടക്കുന്നത് കണ്ടിട്ട് ആൻറ്റി എല്ലാം കണ്ടല്ലോ, ഇനി ഇതും കൂടി കിടക്കട്ടെ, ഞാൻ എന്തിനാ വെറുതെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് ബാക്കിയുള്ള കുറേ ഫോട്ടോസ് വീണ്ടും ഭാമയുടെ ഫോണിലേക്ക് സുസ്മിത സെൻഡ് ചെയ്യുകയാണ്. അന്നേരം ആ മെസ്സേജിൻ്റെ ശബ്ദം ഭാമ ശ്രദ്ധിക്കുകയാണ്. ആരുടെ ആ മെസ്സേജ്, സുസ്മിതയുടെ ആണോ എന്നും പറഞ്ഞ് ഫോൺ ഇങ്ങനെ വാങ്ങാനായിട്ട് സത്യമ്മ കൈ നീട്ടുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും അങ്ങ് വെപ്രാളപ്പെടുകയാണ്. പെട്ടെന്ന് ശാലിനി പറഞ്ഞൊപ്പിക്കുകയാണ്, അല്ല സത്യാമ്മേ, നമ്മൾ ഇൻവിറ്റേഷൻ അയച്ച ഓരോരുത്തരും മറുപടി അയക്കുകയാണ്, അതാണ് എന്ന് പറയുമ്പോൾ ആണോ എന്ന് പറഞ്ഞ് വീണ്ടും ഭാമ അങ്ങ് ബുക്ക് വായിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഡിലീറ്റ്, ഇവർക്ക് എന്തിൻ്റെ കേടാന്നൊക്കെ വിഷ്ണു അങ്ങ് പറയുകയാണ്. തുടർന്ന് പെട്ടെന്ന് ശാലിനി ആ ഫോട്ടോസും അങ്ങ് ഡിലീറ്റ് ചെയ്ത ശേഷം രണ്ടുപേരും അങ്ങ് നെടുവീർപ്പെടുത്ത് ഒരു ശ്വാസം എടുത്തിട്ട് ആശ്വാസത്തോടെ ഇരിക്കുകയാണ്. അതേസമയം ആരെയും മറന്നു പോകല്ലേ ശാലിനി എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. തുടർന്ന് കുറേ നേരത്തിന് ശേഷം ഭാമ വീണ്ടും പറയുകയാണ്, അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ലല്ലോ, ഞാൻ സുസ്മിതയൊന്ന് ഫോൺ ചെയ്യട്ടെ, ആ ഫോണിങ് തന്നേന്നും പറഞ്ഞ് വീണ്ടും ശാലിനിയോട് ഫോൺ ചോദിക്കുകയാണ്. അന്നേരം ഇനി എന്തു ചെയ്യുമെന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു ശാലിനി ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, ഫ്ലൈറ്റ് മോഡിലിട് എന്ന്. തുടർന്ന് ശാലിനി പെട്ടെന്ന് ഫോൺ അങ്ങ് ഫ്ലൈറ്റ് മോഡ് ഇട്ടതിന് ശേഷം ഇതാ വിളിക്കുമെന്നും പറഞ്ഞ് ഭാമയ്ക്ക് കൊടുക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ കോൾ ചെയ്യുമ്പോൾ ഭാമയുടെ ഫോണിൽ നിന്നും ഒരു കോളും പോകുന്നില്ല. തുടർന്ന് ഭാമ വിഷ്ണുവിനോട് പറയുകയാണ്, ദാ വിഷ്ണു, എൻ്റെ ഫോണിൽ നിന്ന് ഒരു കോളും പോകുന്നില്ല, നീ ഒന്ന് നോക്കിക്കേന്നും പറഞ്ഞ് ഫോൺ വിഷ്ണുവിന് കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണു നോക്കിയിട്ട്, ഇതിപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണമ്മ, എൻ്റെ ഫോണിലേക്കും ഒരു കോളും പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞൊപ്പിക്കുകയാണ്. തുടർന്ന് ശാലിനിയും പറയുകയാണ്, അതെ സത്യാമ്മേ, എനിക്കും ഇടയ്ക്കിടയ്ക്കൊന്നും കോള് വരുന്നില്ല, എങ്ങോട്ടും വിളിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങ് ബുദ്ധിമുട്ടിയാണ് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് വിഷ്ണു പറയുകയാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് ഭാമ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഈ ഫോൺകാരുടെ
അവരുടെ കമ്പനി വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം അത് നീ ചെയ്തേക്കുമല്ലോ എന്ന് ഭാമ ചോദിക്കുകയാണ്. തുടർന്ന് ഓ ചെയ്യാമെന്ന് പറഞ്ഞ് വിഷ്ണു പെട്ടെന്ന് അവിടെ നിന്ന് തടിയൂരാനായിട്ട് ഞാനൊന്ന് മുകളിലേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം ഭാമ അങ്ങ് ടെൻഷനിലാണ് സുസ്മിതയുടെ കാര്യം അറിയാത്തത് കൊണ്ട്. എന്നിട്ടും ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഇൻവിറ്റേഷൻ എല്ലാവർക്കും അയച്ചില്ലേ എന്നൊക്കെ. ചെയ്തു സത്യാമ്മയെ ചെയ്തു എന്നങ്ങ് ആ കള്ളത്തരം കാണിച്ച് സത്യാമ്മയുടെ മുമ്പിൽ കള്ളത്തരം കാണിച്ചത് ഒളിപ്പിക്കാനായിട്ട് ശാലിനി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. തുടർന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയ വിഷ്ണു ഇങ്ങനെ മുകളിലെ ലാൻഡിങ്ങിൽ ചെന്നിട്ട് ശാലിനി ഇങ്ങനെ വരാനായിട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം പോകാനായിട്ട് ശാലിനി പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നത് ഭാമ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് ഭാമയ്ക്കങ്ങ് ചിരി വന്ന് ഭാമ ശ്രദ്ധിക്കാത്തത് പോലെ കാണിച്ചിട്ടങ്ങ് മാസിക വായിക്കുകയാണ്. അന്നേരം ശാലിനിയും പതിയെ എണീച്ച് വിഷ്ണുവിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതും ഭാമ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ കണ്ടതായിട്ട് നടിക്കുന്നില്ല. ഇതേ സമയം ഇത്രയും ഫോട്ടോസ് ആൻറ്റി കണ്ടിട്ട് എന്നെ എന്താവും തിരിച്ച് വിളിക്കാത്തത്, അങ്ങോട്ട് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് സുസ്മിത സത്യഭാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ ഫ്ലൈറ്റ് മോഡിലിട്ട ഫോണിൽ എങ്ങനെ കോൾ വരാനാണ്, നോട്ട് റീച്ചബിൾ എന്ന് പറയുമ്പോൾ ഇതെന്താ കിട്ടാത്തതെന്നും പറഞ്ഞ് ആകെ കലിപ്പിൽ സുസ്മിത ഇരിക്കുകയാണ്. തുടർന്ന് രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിഷ്ണു ഫോൺ ചെയ്യുകയാണ്. പക്ഷേ ബെല്ലടിക്കുന്നുണ്ട്. രോഹിത് മയക്കത്തിലായത് കാരണം കട്ടലിൽ കിടന്ന് ബെല്ലടിക്കുന്ന ഫോൺ രോഹിത്ത് കേൾക്കുന്നില്ല. തുടർന്ന് എന്താ വിഷ്ണു ഇട്ടാന്നും പറഞ്ഞ് ശാലിനി വരുമ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം രോഹിത്തിനെ സുസ്മിത എന്തോ ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട്, ഒന്നുകൂടി വിളിക്കുക എന്ന് വിഷ്ണുവിനോട് പറഞ്ഞ് 2-3 തവണയൊക്കെ വിഷ്ണു വിളിക്കുകയാണ്. പക്ഷേ കോള് രോഹിത് എടുക്കുന്നില്ല. രോഹിത് മയക്കത്തിൽ തന്നെയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ആ കട്ടലിൽ കിടന്ന്. തുടർന്ന് ഇങ്ങിതാ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനിയും ഫോൺ വാങ്ങി വിളിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല. തുടർന്ന് എന്തായി എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഇല്ല എടുക്കുന്നില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അപ്പോൾ നമ്മൾ സംശയിച്ചത് തന്നെ ആ ഫോണിങ് തന്നേന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ നിന്നും വിഷ്ണു തന്നെ ഫോൺ വാങ്ങിച്ചിട്ട് എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് എന്തോ ആലോചിച്ച് ശാലിനിയും അങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫുൾ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.